ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഇടാന്ന് പ്രോമിസ് ചെയ്ത ആ ഒരു വീഡിയോ ഇടുകയാണ് ഗൈസ്. ഞാനിപ്പോൾ ഒരാഴ്ചത്തോളമായി വീഡിയോസ് ഒന്നും ഇടാത്ത ഒരു എന്താ പറയേണ്ടതെന്നൊന്നും അറിയുന്നില്ല. ആ ഒരു ടച്ചൊക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ PDF, അതായത് ബ്ലൂ പ്രിൻ്റ് ആവശ്യമുള്ളവർ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. ബ്ലൂ പ്രിൻ്റ് പിന്നെ നിങ്ങളുടെ ഇമെയിൽ ID കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഇമെയിൽ ID ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് എനിക്ക് ആ ഒരു ബ്ലൂ പ്രിൻ്റ് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഞാൻ കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടില്ല, ഷോർട്സും ഇട്ടില്ല, ഒന്നും ഇട്ടില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ മൊത്തത്തിൽ ഫീവറായി, മഴയൊക്കെ അല്ല, അതുകൊണ്ട് ഫീവറൊക്കെ ആയി മൊത്തത്തിൽ ഒരുമാതിരി ട്രബിളായിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ശരിയായി വന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് 2 പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നു. നമുക്ക് 0 ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ട് എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. ബിസിനസ് എന്ന് വെച്ചാൽ തന്നെ അതൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫീൽഡാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ലോണം എഫേർട്ട് ഇടാണ്ട് ഒരു കാര്യം നടക്കൂല. അതങ്ങനെയാണ്. ബിസിനസ് എന്നുള്ള ഫീൽഡിലാണെങ്കിൽ നമ്മൾ അത്രയും എഫേർട്ടും ടൈമും റിസ്ക്കും എടുത്തില്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അത്രയ്ക്കും നമുക്ക് എഫേർട്ട് ആ ഒരു ഫീൽഡിൽ ഇടേണ്ട ആവശ്യം ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വരുന്ന ഈ ഒരു ബിസിനസ് എന്ന് വെച്ചാൽ നമുക്ക് 0 ഇൻവെസ്റ്റ്മെൻറ്റ് വെച്ചിട്ടും ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി പെട്ടെന്ന് സെയിൽസൊക്കെ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ കയ്യിലിരിക്കുന്ന ഒരു 500-1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടും ചെയ്യാൻ പറ്റും, അതില്ലാണ്ടും ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് എൻ്റെതായ ഒരു രീതിക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ഒരു ബ്ലൂ പ്രിൻ്റിലാണെങ്കിൽ ഞാൻ മൊത്തം ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ ഞാൻ ബ്ലൂ പ്രിൻ്റ് ഉള്ള ഫോണിൽ തന്നെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അത് നോക്കി പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ എനിക്ക് എൻ്റെ മൈൻഡിൽ ഇപ്പോൾ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ആ ബ്ലൂ പ്രിൻ്റ് എക്സാക്റ്റ് നിങ്ങൾക്ക് ആ ഒരു സ്ട്രാറ്റജി വേണ്ടവർ എനിക്ക് DM ചെയ്യാം. അപ്പോൾ ഈ ഒരു ബിസിനസ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മീഷോ ആപ്പും വാട്സാപ്പും ഇൻസ്റ്റഗ്രാമും വെച്ചിട്ട് മാത്രമാണ്. നമുക്ക് പിന്നെ വേണ്ടത് അതിലേക്കുള്ള കുറച്ച് ടൂൾസ് വേണം. ക്യാൻവ വേണം, അതേപോലെ ChatGPT വേണം. ChatGPT എന്തിനാന്ന് വെച്ചാൽ നമുക്ക് പ്രൈവസി പോളിസി, ഷിപ്പിംഗ് പോളിസി, അങ്ങനെയുള്ള പോളിസികളൊക്കെ ഉണ്ടാക്കാനും, പിന്നെ നമ്മൾ ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുമ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതിനൊക്കെ ഈ ChatGPT നമ്മൾ ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രോഡക്റ്റിൻ്റെ പിക്ചർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ക്യാൻവ യൂസ് ചെയ്യുന്നത്. ഇനി മീഷോ എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു വെയർ ഹൗസ് ഇല്ല. നമുക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി വെയർ ഹൗസിൻ്റെ ആവശ്യമില്ല. മാത്രം നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ റീസെല്ലിങ്, മീഷോ റീസെല്ലിങ് എന്ന് പറയും. മീഷോ റീസെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഹൗ ടു എക്സ്പ്ലെയിൻ ഇറ്റ്സ് ലൈക്ക് നമ്മൾ സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ആദ്യം ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട്, നമ്മൾ ഒരു പേര് കണ്ടുപിടിക്കുക. നമുക്ക് ഒരു ബ്രാൻഡ് നെയിം ഉണ്ടാവില്ല. ലൈക്ക് ഇപ്പോൾ ഓരോ ബ്രാൻഡിനും ഓരോ നെയിമുണ്ട്. നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്ന ബ്രാൻഡാണെങ്കിൽ അതുപോലെ ഒരു നെയിം നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ ഷിനാൽ ബ്രാൻഡൊക്കെ ഇല്ലേ, അതിൻ്റെ ആ ഒരു ലോഗോ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ഫോണ്ട് ഇട്ടിട്ടുള്ള സിമ്പിൾ ലോഗോ ആണ് അതിൻ്റെത്. അതേപോലെ ചെറിയൊരു ലോഗോ ഒക്കെ വെച്ച് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക. ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങുക, അതിൽ നിങ്ങളുടെ ബ്രാൻഡിന് പേര് എഴുതുക, അതേപോലെ നല്ലൊരു ലോഗോയും കൂടി ആക്കി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ബ്രാൻഡ് അവിടെ റെഡിയായി. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ നമുക്ക് മീഷോയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. മീഷോയിൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ നമുക്ക് സാധാ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. അതിലേക്ക് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പിക്ചർ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ആ PDF ഒന്ന് ഡയറക്റ്റ് പോയി ചെക്ക് ചെയ്യുക. കാരണം അതിൽ ഞാൻ മൊത്തം ആ ഒരു സ്ക്രീൻഷോട്ട്സും എങ്ങനെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയി എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കിപ്പോൾ പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല. കാരണം ഒരാഴ്ചയായി ഞാൻ വീഡിയോസ് ഒന്നും എടുക്കാതെ ആ ഒരു മൊത്തത്തിൽ ടച്ച് പോയിരിക്കുകയാണ്.
ഒന്നേന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതുകൊണ്ട് എങ്ങനെ പറയണമെന്നൊരു ഐഡിയ എനിക്ക് കിട്ടുന്നില്ല. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് പ്ലീസ്. ഇനിയിപ്പോൾ മീഷോൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമുക്ക് റീസെല്ലിങ്ങിനുള്ള ഒരു ഓപ്ഷൻ കാണും. അപ്പോൾ അതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഇപ്പോൾ നമുക്കൊരു ഓർഡർ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഒരു വിന്നിങ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ആ ഒരു വിന്നിങ് പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ട് ആ ഒരു ഫോട്ടോ സ്ക്രീൻഷോട്ട് ചെയ്യുക. പിന്നെ അതിലുള്ള പ്രോഡക്റ്റ് വെച്ചിട്ട് നമ്മൾ പുതിയൊരു പോസ്റ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ പുതിയൊരു റീൽ ഉണ്ടാക്കണം. അങ്ങനെയുള്ള സംഭവം ഉണ്ടാക്കിയിട്ട് നമ്മൾ നേരെ കൊണ്ടുപോയി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ താഴെ ലിങ്ക് പ്രോഡക്റ്റ് വേണ്ടവർ DM ചെയ്യുക, അങ്ങനെയുള്ള ഒരു സ്ലോഗൻസ് എഴുതി വെക്കുമല്ലോ. അതേപോലെ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടു കാണും, ഇതുപോലത്തെ ഒരുപാട് സംഭവങ്ങൾ കണ്ടു കാണും. ഇതേപോലെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, കുറച്ച് ആൾക്കാരൊന്നുമില്ല, കുറേ ആൾക്കാരുണ്ട് ഇതേപോലെ ചെയ്യുന്നത്. മീഷോ റീസെല്ലിങ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. എന്താ പറഞ്ഞത് നമ്മൾ റീസെല്ലിങ്. മീഷോയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ആദ്യം അഡ്രസ്സ് ആയിരിക്കും ചോദിക്കുക. അപ്പോൾ നിങ്ങൾ കസ്റ്റമറിൻ്റെ അഡ്രസ്സും ഫോൺ നമ്പറും അതൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് നമ്മൾ സാധാരണ ഓർഡർ ചെയ്യുമ്പോൾ നമ്മളെ അഡ്രസ്സാണ് കൊടുക്കുന്നത്. അതിന് പകരം കസ്റ്റമറിൻ്റെ അഡ്രസ്സ് നമ്മൾ കൊടുക്കണം. ഈ കസ്റ്റമറിൻ്റെ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് താഴെ ഈസ് ഇറ്റ് റീസെല്ലിങ് അങ്ങനെ എന്തോ ഒരു വേർഡ് എഴുതി വെച്ചിട്ടുണ്ട്, യെസ് ഓർ നോ. അപ്പോൾ യെസ് ഒത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മാർജിന് എഴുതാനുള്ള ഒരു ഓപ്ഷൻ വരും. നിങ്ങളുടെ മാർജിന് അതിൽ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഓൾറെഡി അവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് റീറ്റെയിൽ പ്രൈസ് എഴുതാനുള്ള നമ്മുടെ മാർജിനും കൂടി ചേർത്തിട്ട് റീറ്റെയിൽ പ്രൈസ് എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ നമ്മുടെ മാർജിന് 100 or 50 rupees ഇട്ടിട്ട് നമ്മൾ അത് പിന്നെ നേരെ ഓർഡർ ചെയ്യും. അങ്ങനെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ പ്രീപെയ്ഡ് ചെയ്യാം. കസ്റ്റമറിന് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്താൽ കസ്റ്റമർക്ക് ഡെലിവറി എത്തിക്കഴിഞ്ഞിട്ട് കസ്റ്റമർ ക്യാഷ് കൊടുത്ത് പിന്നെ അത് ഒരു 7 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ പ്രോഫിറ്റ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മീഷോയുടെ സപ്ലയർക്ക് നേരെ ആദ്യം പോയിട്ട് മീഷോയുടെ സപ്ലയറാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരുന്നത്. അപ്പോൾ അതിന് ഒരു 6 to 7 days എന്തായാലും എടുക്കും. നിങ്ങൾ പ്രീപെയ്ഡ് ചെയ്യുകയാണെങ്കിൽ കസ്റ്റമർ ആദ്യം പെയ്ഡ് ചെയ്ത് പിന്നെ അവർ പെയ്ഡ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ സാധനം ഓർഡർ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഓൺലൈനായി നിങ്ങൾ നെറ്റ്വർക്ക് ഗൂഗിൾ പേ വഴി ആ ഒരു സാധനം ഓർഡർ ചെയ്യണം. അപ്പോൾ കസ്റ്റമർ ആ ഒരു പ്രോഫിറ്റും കൂടിയിട്ടായിട്ടുണ്ടാവുമല്ലോ നിങ്ങൾക്ക് പ്രീപെയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള പ്രോഡക്റ്റിൻ്റെ പ്രൈസ് നിങ്ങൾ കൊടുക്കുക, നിങ്ങളുടെ പ്രോഫിറ്റ് നിങ്ങൾക്ക് കിട്ടി. നിങ്ങൾ ബാക്കിയുള്ള ആ ഒരു പ്രോഡക്റ്റിൻ്റെ പൈസ നിങ്ങൾ GPay ചെയ്ത് ആ ഒരു സാധനം നേരെ കസ്റ്റമറിൻ്റെ അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കും. ബാക്കിയുള്ള പണി മീഷോ നോക്കിക്കോളും, അവരത് അങ്ങോട്ട് ഡെലിവറി ചെയ്യും. ഇനി ഡെലിവറിയിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അത് സോൾവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്. കാരണം നിങ്ങളുടെ ബ്രാൻഡാണ്. ഈ പ്രോഡക്റ്റ് കിട്ടുന്നവർക്ക് അറിയില്ല നിങ്ങൾ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്യുന്നതാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. നിങ്ങൾ വെച്ച റീറ്റെയിൽ പ്രൈസ് ആയിരിക്കും ആ ഒരു ബോക്സിനകത്ത് പോകുന്നത്. സോ ഇതാണ് സംഭവം. റീസെല്ലിംഗ് എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്കിത് ഈ ഒരു പോസ്റ്റ് ഉണ്ടാക്കി നിങ്ങൾക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യാം, ഫ്രണ്ട്സ്, ഫാമിലി അങ്ങനെയുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ ഓർഗാനിക് മാർക്കറ്റിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മൾ വീഡിയോസും പോസ്റ്റും സ്റ്റോറീസും ഒക്കെ അപ്ലോഡ് ചെയ്ത് കസ്റ്റമറിനെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് ഓർഗാനിക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് പെയ്ഡ് മാർക്കറ്റിംഗ് വേണമെന്നുണ്ടെങ്കിൽ മീറ്റ ആഡ്സ് വഴി ചെയ്യാം. ഇൻസ്റ്റഗ്രാമിൽ മീറ്റ ആഡ്സ് കൊടുക്കാൻ പറ്റും, ഫേസ്ബുക്കിൽ മീറ്റ ആഡ്സ് കൊടുക്കാൻ പറ്റും. അങ്ങനെ ആഡ്സ് കൊടുക്കണം. ആഡ്സ് കൊടുക്കുകയാണെങ്കിൽ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ 500 to 1000 rupees പെർ ഡേക്ക് വരും. അപ്പോൾ ആ നമ്മൾ ഒരു ദിവസം 1000 രൂപക്ക് കൊടുത്ത് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നമുക്ക് ഓർഗാനിക് മാർക്കറ്റിംഗ് ചെയ്യാന്നുള്ളതാണ്. ഇനി എങ്ങനെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു PDF-ലുണ്ട്. വേണ്ടവർ, ഞാൻ വീണ്ടും ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ഇതിൻ്റെ മൊത്തം ഡീറ്റെയിൽസ് ക്ലാരിറ്റിയിൽ വേണ്ടവർ ആ ഒരു PDF-ന് വേണ്ടി എനിക്ക് മെസ്സേജ് അയയ്ക്കാം.
വിത്ത് ഇമെയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ ഡോണ്ട് ഫോർഗോട്ട് ടു സെൻഡ് ഇമെയിൽ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഏകദേശം ഒരു കാര്യം എന്താണെന്നുള്ളത് പിടികിട്ടി. അപ്പോൾ ഞാൻ വീണ്ടും ഒന്ന് ഷോർട്ടായി പറഞ്ഞുതരാം. നമ്മൾ ചെയ്യുന്നത് ഈ സീറോ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് വെച്ചാൽ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു $500 to $1,000 വരെയെങ്കിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണം. നമ്മളൊരു ബിസിനസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ അത്രയും നമ്മൾ എഫേർട്ടൊക്കെ ഇട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഉണ്ടാക്കേണ്ട സംഭവമാണ്. അപ്പോൾ ഈ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബിസിനസ് ഉണ്ട്. ഡിജിറ്റൽ ബിസിനസ് ചെയ്യുന്നതാണെങ്കിലും അതിനെപ്പറ്റി ഒരു ഐഡിയയും എങ്ങനെ എഡിറ്റ് ചെയ്യണം, എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് ഒരു ഐഡിയ ഇല്ലാത്തവർക്കാണെങ്കിൽ അത് പെയ്ഡ് ചെയ്തിട്ട് തന്നെ ചെയ്യേണ്ടി വരും. അല്ലാത്തവർക്ക് അവരുടെ സ്വന്തം സ്കില്ല് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. പെയ്ഡ് ചെയ്യാണ്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും യൂസിങ് ലൈക്ക് ChatGPT ആൻഡ് Canva. ഇനിയിപ്പോൾ മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ മീഷോ റീസെല്ലിംഗ് ആണ്. അതാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. മീഷോ റീസെല്ലിങ്ങിനാണെങ്കിൽ നമുക്ക് പെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മീഷോയിൽ നമുക്ക് പെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ ഇൻസ്റ്റഗ്രാം നമുക്ക് ഫ്രീ ആയി കിട്ടും. വാട്സപ്പും ഫ്രീ ആയി കിട്ടും. അപ്പോൾ സോ പേ ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ChatGPTയിൽ പ്രോംപ്റ്റ്സ് ഉണ്ടാക്കാനാണെങ്കിലും നമുക്ക് പേ ചെയ്യേണ്ട കാര്യമില്ല. അതിൽ എല്ലാം നമുക്ക് പേ ചെയ്യാണ്ട് തന്നെ അപ്ഗ്രേഡ് ചെയ്യാണ്ട് തന്നെ എല്ലാം കിട്ടും. സോ അതിലും പേ ചെയ്യേണ്ട കാര്യമില്ല. മൊത്തത്തിൽ നോക്കിയാൽ മീഷോ റീസെല്ലിംഗ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അതെങ്ങനെ ചെയ്യണം, ഏത് രീതിക്ക് ചെയ്യണം, എങ്ങനെ മാർക്കറ്റിംഗ് ഉണ്ടാക്കണം, എങ്ങനെ കസ്റ്റമറിനെ ഉണ്ടാക്കണം എന്ന് മാത്രമാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. പിന്നെ കസ്റ്റമറിനൊരു നമ്മുടെ ബിസിനസ്സിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ സോൾവ് ചെയ്യണമെന്നും കൂടി നമ്മൾ പഠിക്കണം. കാരണം നമ്മുടെ പ്രൈവസി പോളിസി, പിന്നെ ഷിപ്പിംഗ് പോളിസി, ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ സ്വന്തം ബ്രാൻഡാണ്. ആ ഒരു ബ്രാൻഡ് മാനേജ് ചെയ്യാൻ വേണ്ടി കൂടി അറിയണം. അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടും. കാരണം കസ്റ്റമർ നമ്മൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യുന്നോ അത് വലിയൊരു കാര്യമാണ്. ഇനി അവർക്ക് നമ്മുടെ കയ്യിലുള്ള ആ ഒരു ട്രസ്റ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ അത്രയും കുറച്ച് ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു പണിയാണ്. അത് ഇനി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ മാനേജ് ചെയ്യുമ്പോൾ അത് അത്രയും ക്ലിയർ ആയിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. സോ ദാറ്റ്സ് ഓൾ ടുഡേ. എനിക്ക് പറയാൻ പറ്റുന്ന ഇത്രയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു ഷോർട്ട് ബ്രേക്കിൽ ഇങ്ങനെ എടുത്തു പോകുന്നതാണ്. എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മൊത്തത്തിൽ ബിസിയാണ്. ഒരു ഷോർട്ട് ബ്രേക്ക് പോലും കിട്ടുന്നില്ല. അതിലും മൊത്തത്തിൽ ബിസി ആയിട്ടുള്ള കുറച്ച് ഡേയ്സ് ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച എന്ന് വെച്ചാൽ. നമുക്ക് ഈ ഫീവറായിട്ട് ഹോസ്പിറ്റലിൽ പോകും. അപ്പോൾ വീട്ടിലുള്ളവർ ഈ മഴയത്തൊന്നും കളിക്കാനൊന്നും നിൽക്കണ്ട. കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. മഴയത്ത് പോയി കഴിഞ്ഞ് ഫീവർ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കുറയുന്നതുമില്ല. ഇപ്പോൾ എൻ്റെ ബ്രദറിനൊക്കെ ആണെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോയി അഡ്മിറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ സംഭവിച്ചു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറേ കാര്യങ്ങൾ സംഭവിച്ചപ്പോൾ വീട്ടിലിരിക്കുന്നവർ സേഫായിരിക്കുക. സോ ദാറ്റ്സ് ഓൾ ടുഡേ. ബൈ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.